വെൽക്കം ടു റേഡിയൻറ്റ്. RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ മുൻവർഷ ചോദ്യപേപ്പറുകളാണ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 29 ഒക്ടോബർ 2018 നടന്ന എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. അറിയാലോ, GA ഭാഗത്തിലെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ ഡെൻസിറ്റി ഓഫ് സിൽവർ ഈസ് 10.8 × 10⁻³ kg/m³ ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 10⁻³ kg/m³. വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് AG? AG എന്ന് വെച്ചാൽ സിൽവർ എന്നാണ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഒരു മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങളത് പഠിച്ചു വയ്ക്കണം. അത് 1000 kg/m³ ആണ് എന്ത്? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റിയുടെ യൂണിറ്റാണ് kg/m³. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡെൻസിറ്റി ആയിട്ടുള്ള 10.8 × 10⁻³ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 1000 അല്ലെങ്കിൽ 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടും? അത് 10.8 ആയിട്ട് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയുമായി നമ്മുടെ വസ്തുക്കളുടെ ഡെൻസിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതിന് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നും പറയാറുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഫോർമുലയാണ് ഇത് തന്നിട്ടുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ട്രയോളജി ദ ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ, സീക്രട്ട് ഓഫ് ദ നാഗാസ് ആൻഡ് ഓത്ത് ഓഫ് ദ വായുപുത്രാസ്? ഈ പുസ്തകങ്ങൾ എഴുതിയത് ആരാണ്? അത് അമീഷ് ത്രിപാഠിയാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത്. ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ, സീക്രട്ട് ഓഫ് ദ നാഗാസ്, ഓത്ത് ഓഫ് ദ വായുപുത്രാസ്, രാം സിയോൺ ഓഫ് ഇഷ്കാവു ഓക്കെ, വാക്കെപ്പോഴും പറയുമ്പോൾ തെറ്റിപ്പോവും. സീത, വാരിയർ ഓഫ് മിഥില, രാവൺ, ഓർഫൺ ഓഫ് ആര്യവർത്ത ഒക്കെയാണ് പ്രധാനപ്പെട്ട ബുക്ക്. മറ്റ് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നതാണ് ആനന്ദ് നീലകണ്ഠ്, കവിത കെയ്നും, ദേവദത്ത്. അപ്പോൾ അതിൽ ആനന്ദ് നീലകണ്ഠിൻ്റെ ബുക്കുകളാണ് റൈസ് ഓഫ് ശിവകാമി, അസുര എ ടെയിൽ ഓഫ് വാങ്കിഷ്ഡ് വാനര. കവിത കെയ്ൻ്റെ ബുക്കാണ് ലങ്കാസ് പ്രിൻസസ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ മെത്തോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബുക്കുകളാണ്. സീത സിസ്റ്റർ, ഫിഷർ ക്യൂൻസ് ഡൈനാസ്റ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പബ്ലിഷ് ചെയ്ത ബുക്കുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ബുക്കും ഓഥറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് 3 ചോദ്യപേപ്പറോളം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കുകളും ഓഥറുകളും നിങ്ങൾ എക്സാമിന് മുന്നേ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? നോക്കിയിട്ട് പോകണം. ദേവദത്തിൻ്റെ ബുക്കുകളാണ് ആരണ്യക, യോഗ മിത്തോളജി, ഐ ആം ഡിവൈൻ, സോ ആർ യു, ദേവലോക 3. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഈ അടുത്ത വർഷങ്ങളിൽ ഇറങ്ങിയ ബുക്കുകൾ ഉറപ്പായിട്ട് നോക്കണം. അതിൻ്റെ PDF ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. എങ്കിൽ നിങ്ങളായിട്ടും കൂടുതൽ എന്ത് ചെയ്യണം? അത് നോക്കണം. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ടു റിസീവ് റെയിൻഫോൾ? ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന പ്രധാനമായിട്ടും മൺസൂൺ എന്ന് പറയുന്ന സമയത്താണ്, അല്ലേ? മൺസൂൺ നമ്മുടെ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണെന്ന് നമുക്കറിയാം. സ്കൂൾ തുറക്കുന്ന മാസം കിട്ടുന്ന മഴ. ആ മഴ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡയറക്ഷനിൽ നമ്മുടെ ഇന്ത്യൻ ഓഷനിലൂടെ വരുന്ന കാറ്റാണ് മഴ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഈ മഴയെ നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആദ്യം എത്തുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കേരളമാണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ഈ മൺസൂൺ വിൻഡ് ഇവിടെ എത്തി 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഒന്ന് ഇവിടെ കാണുന്ന അറേബ്യൻ സീ ബ്രാഞ്ചും മറ്റൊന്ന് എന്താണ്? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം മഴ പെയ്യിക്കുന്നത്. ഇനി ഈ പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു വിൻഡുണ്ട്. അതിൻ്റെ പേരാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അധികം മഴ പെയ്യിപ്പിക്കാറില്ല. എങ്കിലും ഈസ്റ്റേൺ കോസ്റ്റിൽ മഴ പെയ്യിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. അപ്പോൾ മൺസൂണുകളെ പറ്റി നമുക്ക് നോക്കാം. മൺസൂൺ 2 പാർട്ടുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, അതായത് നമുക്ക് കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി പോയിന്റുകൾ ജസ്റ്റ് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടാക്സ് റിഫോം മെയ്ഡ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട ടാക്സ് റിഫോം എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST ആണ്. അപ്പോൾ GSTയുടെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. ഇന്ത്യയിൽ വരുന്നത് 1, 7,
2017 17 ഓർത്ത് വയ്ക്കുക. 1 ജൂലൈ 2017 വരുന്നത്. ഇത് 3 തരത്തിലാണുള്ളത്. 2 മെയിനും പിന്നെ എക്സ്ട്രാ ഒന്നുകൂടെ ഉണ്ട്. അതായത് സെൻട്രൽ ജി എസ് ടി, സ്റ്റേറ്റ് ജി എസ് ടി, പിന്നെ വരുന്ന ഒന്നാണ് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി. എന്താണ് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി? ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി വരുന്നത്. IGST എന്ന് പറയും. 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണിത് വരുന്നത്. ആദ്യമായി ജി എസ് ടി വന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ജി എസ് ടി വരാൻ കാരണമായ കമ്മിറ്റി എന്ന് പറയുന്നത് വിജയ് കേൽക്കർ കമ്മിറ്റിയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 279ാമത്തെ ആർട്ടിക്കിൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 4 കൂളംബ് അക്രോസ് 2 പോയിന്റ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 12. അപ്പോൾ നമുക്കിവിടെ ക്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 4 കൂളംബ് എന്നാണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 12 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത വർക്ക്, അതായത് 4 കൂളംബ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്ത വർക്ക് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റിയുടെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇലക്ട്രിസിറ്റിയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് അഥവാ W/Q ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് W ആണ്. സോ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് V/Q എന്നാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഇലക്ട്രിസിറ്റിയുടെ അടിസ്ഥാനം പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. 12 × 4 നമ്മുടെ ഉത്തരം. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു സംശയമുണ്ട്, ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, 12 × 4 48. 48 ജൂളാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ല 48 ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 10 അല്ല 12 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ 12 × 4 48 ജൂളാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ദ കെമിക്കൽ ഫോർമുല ഓഫ് അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് റെയറാണ്, നമുക്ക് നല്ല രീതിയിൽ പഠിച്ചൊരു കുട്ടിക്ക് കിട്ടത്തുള്ളൂ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അമോണിയം ഫോസ്ഫേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? NH43PO4 ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഭാഗ്യം പോലെയാണിത്, കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. തൽക്കാലം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. കാർപ്പൽസിനകത്ത് എന്താണുള്ളത്? ഓക്കെ, കാർപ്പൽസ് കണ്ടെയ്ൻ ഡാഷ്. കാർപ്പൽസിനകത്തുള്ളത് ഓവ്യൂൾസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഒരു ചെടിയിൽ പൂവിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് കാർപ്പൽ എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഒരു പൂവെടുത്താൽ അതിലെ ഇതളുകളാണ് പെറ്റൽസ്, താഴെ വരുന്ന ഈ ഭാഗമാണ് സെപ്പൽസ്. അപ്പോൾ ഇതിനകത്ത് ഈ തണ്ട് പോലെ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളായിട്ടുള്ള എന്താണ്? ആന്തറും ഫിലമെൻറ്റും വരുന്നത്. ഇതിനെ ചേർത്ത് നമ്മൾ സ്റ്റേമൻ എന്ന് പറയും. ഈ നടുക്ക് കാണുന്നതാണ് എന്ത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അഥവാ നമ്മൾ കാർപ്പൽ എന്ന് പറയും. അതിൻ്റെ എൻഡിന് നമ്മൾ സ്റ്റിഗ്മ എന്നും നടുക്കത്തെ ട്യൂബിന് സ്റ്റൈൽ എന്നും ഈ താഴത്തെ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഓവറി എന്നും വിളിക്കും. അപ്പോൾ ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് ഈ പറയുന്ന എന്താണ്? സ്റ്റിഗ്മയിൽ വന്നിട്ട് അകത്ത് പോയിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ആ പോയിന്റുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞു കളയരുത്. സൈലം എന്താണ്? സൈലം എന്ത് തരം ടിഷ്യൂ ആണ്? സൈലം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്, അല്ലേ? അതൊരു എന്ത് ടിഷ്യൂ ആണ്? കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. പെട്ടെന്ന് കണക്റ്റീവ് എന്നൊക്കെ എഴുതാൻ തോന്നും, എഴുതരുത്. കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് 2 തരം സെല്ലുകളുണ്ട്. അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു ഫംഗ്ഷൻ ഒരു യൂണിറ്റായിട്ട് വർക്ക് ചെയ്ത് ഒരൊറ്റ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് പെർമനൻറ്റ് എന്ന് വിളിക്കുന്നത്. സൈലവും ഉണ്ട്, ഫ്ലോയവും ഉണ്ട്. ഈ കാണുന്നത് സൈലം, ഈ കാണുന്നത് ഫ്ലോയം. സൈലം വാട്ടറും മിനറൽസും നമുക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. ഫ്ലോയം ആണെങ്കിൽ എന്താണ്? പ്രിപ്പയർ ചെയ്ത ഫുഡിനെയാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ട് പോകുന്നത്. മെക്കാനിക്കൽ സ്ട്രെങ്ത് സൈലം കൊടുക്കും, ഫ്ലോയത്തിന് അങ്ങനെ സ്ട്രെങ്ത് കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല. സൈലത്തിനകത്ത് ലിവിങ് ആയിട്ടുള്ളത് പാരൻകൈമയാണ്. എന്നാൽ സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും ഫ്ലോയവും ഫ്ലോയത്തിലുണ്ട്. ഓക്കെ, യൂണി ഡയറക്ഷൻ ഫ്ലോ മാത്രമേ സൈലം നടത്തുന്നുള്ളൂ. ഫ്ലോയം ആണെങ്കിൽ എന്താണ്? കണ്ടു, മുകളിലോട്ട് ആരോ മാർക്ക്, താഴോട്ട് ആരോ മാർക്ക്. ബൈ ഡയറക്ഷൻ ഫ്ലോ നടത്തുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വയ്ക്കുക. ഇതാണ് സൈലവും ഫ്ലോയും പ്രധാനപ്പെട്ട പാർട്സ്. ബയോളജി എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ സ്ട്രൈറ്റ് ട്യൂബ് about 40 cm long that carries sperm to seminal vesicle called? അതായത് നമ്മുടെ ഈ ടെസ്റ്റിക്കിളിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന സ്പേമിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ട്യൂബിൻ്റെ പേര് വാസ് ഡിഫറൻസ് എന്നാണ്. ഓക്കെ, ഉത്തരം എന്താണ്? വാസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതാണ് പുരുഷൻ്റെ ടെസ്റ്റിക്കിൾ എന്ന് പറയുന്നത്. ടെസ്റ്റിക്കിളിനകത്താണ് എന്തുള്ളത്? നമ്മുടെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങളുള്ളത്. അവിടെ നിന്ന് വരുന്ന ഈ ലോങ് ട്യൂബാണ് വാസ് ഡിഫറൻസ്. അതകത്തേക്ക് വന്ന് എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഇവിടെയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉള്ളത്. ഇതാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പാർട്ടുകൾ. ഇതാണ് പീനസ് എന്ന് പറയുന്നത്, മെയിൻ പാർട്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായൊരു കാര്യം,
ബയോളജിയിൽ നിന്നിട്ട് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ ചോദ്യപേപ്പറുകളിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മെയിൻ പാർട്സും യൂസുകളും ഇവിടെ പറയുന്നുണ്ട്. അടുത്ത്, ദ പ്രഷർ വേരിയേഷൻ ഇൻസൈഡ് ദ ഇന്നർ ഇയർ ആർ ടേൺഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ ഡാഷ്. നമുക്കറിയാം, നമ്മുടെ ചെവി എടുത്തു കഴിഞ്ഞാൽ ഔട്ടർ ഇയർ ഉണ്ട്, അവിടെ നിന്ന് ടിംബാനോ ഉണ്ട്, അവിടെ നിന്ന് 3 ബോൺ വരുന്നുണ്ട്, മാലിയസ് ഉണ്ട്, ഇൻകസ് ഉണ്ട്, സ്റ്റേപ്പിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോക്ലിയ ഉണ്ട്. ഈ കോക്ലിയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ കോക്ലിയയാണ്. ഈ കാണുന്നതാണ് കോക്ലിയ എന്ന് പറയുന്നത്. കണ്ടോ, ഈ വരുന്ന ചെവിക്കകത്ത് നിന്ന് വരുന്ന റേഡിയേഷൻസ് ഇയർ ഡ്രം എന്ത് ചെയ്യുന്നു, വൈബ്രേഷൻസ് ആക്കി മാറ്റുന്നു. കണ്ടോ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് 3 ബോണുകളാണ്. അത് ആംപ്ലിഫൈ ചെയ്ത് കോക്ലിയയിൽ കൊടുക്കും. കോക്ലിയക്ക് അത് ഓട്ടോലിറ്റ്സ് ഒക്കെ ഉണ്ട്, അതെന്ത് ചെയ്യും, മൂവ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ തന്നെ കാണുന്ന മറ്റൊന്നാണ് സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ബാലൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് സെമി സർക്കുലർ കനാൽസ്. അത് ഹിയറിങ്ങുമായിട്ട് അല്ല. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ പർപ്പിൾ കളേർഡ് സോളിഡ് ഹാലോജൻ. ഇതിൽ പർപ്പിൾ കളറുള്ള സോളിഡ് ഹാലോജൻ എന്ന് പറയുന്നത് അയഡിൻ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഹാലോജൻ്റെ നിറവും നോക്കുക. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ പെയിൽ യെല്ലോയിൽ കാണപ്പെടുന്നു. ക്ലോറിൻ എന്ന് വെച്ചാൽ യെല്ലോ ഗ്രീനിൽ കാണപ്പെടുന്നു. ബ്രോമിൻ റെഡ് ബ്രൗൺ, ബ്രോമിൻ ബ്രൗൺ, ബ്രോമിൻ ബ്രൗൺ എന്ന് ഓർത്ത് വയ്ക്കുക. അയഡിനാണ് എന്ത്, പർപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ എനർജി പൊസസ്ഡ് ബൈ എ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 kilogram when it is at a height of 8 meter above the ground and the acceleration due to gravity is 9.8 meter per second square ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. അപ്പോൾ ഒരു നിശ്ചിത ഉയരത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനകത്തുള്ള എനർജി എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് mgh ആണ്. അപ്പോൾ മാസ് എന്ന് വെച്ചാൽ 10 ഇൻറ്റു 9.8 ഇൻറ്റു ഹൈറ്റ് എന്ന 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 784 ജൂൾ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമുക്ക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. എന്നാൽ പറഞ്ഞേ, കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്തുവാണ്, അത് ഹാഫ് mv² ആണ്. അതിൽ v എന്ന് വെച്ചാൽ വെലോസിറ്റി. സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിൽ കാണുന്ന എനർജി, ഉയർത്തുന്ന ഒരു ഹാമറിൽ കാണുന്ന എനർജി, കംപ്രസ് ചെയ്ത സ്പ്രിങ്ങിൽ കാണുന്ന എനർജി, അമ്പും വില്ലും വലിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി, എല്ലാം എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പൊസിഷൻ കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ കാരണമോ കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അടുത്തത് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, നാഷണൽ ഫിലിം അവാർഡ് 2017 കിട്ടി ചൈൽഡ് ആർട്ടിസ്റ്റ് ആര് എന്നാണ് ഉത്തരം. അതിൻ്റെ ഉത്തരം സാജ് ആണ്. എന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ് 2000. അതിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ശ്രീപദാണ്. നമ്മുടെ മാളികപ്പുറം സിനിമയിലെ ആ പയ്യനാണ് കിട്ടിയത്. അപ്പോൾ നോക്കുക, ഇപ്പോൾ നടന്നത് 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ് 2024 കൊടുത്തത്. അതിൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടിയാണ്, കാന്താര. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് നിത്യ മേനോനാണ്, തിരുച്ചിത്രമ്പഴം തമിഴ് ധനുഷിൻ്റെ സിനിമ. പോപ്പുലർ ഫിലിം കാന്താര. ഫീച്ചർ ഫിലിം ആട്ടം. മ്യൂസിക് ഡയറക്ടർ വിശാൽ ഭരദ്വാജാണ്. മെയിൽ പ്ലേബാക്ക് സിംഗർ അർജിത് സിംഗ് ആണ്. ഫീമെയിൽ ആണെങ്കിൽ ബോംബെ ജയശ്രീ ആണ്. ബെസ്റ്റ് ഹിന്ദി ഫിലിം എന്ന് പറയുന്നത് ഗുൽമോഹറാണ്. ഫിലിം ഇപ്പോൾ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്ത്, വാട്ട് ഈസ് ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വാട്ടർ ഓൺ ദ ബോട്ടിൽ കണ്ടെയ്നിങ് ഇറ്റ്. അതായത് നമ്മളൊരു ബീക്കർ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അതിലൊരു ബോട്ടിൽ നമ്മൾ വെച്ചാൽ ആ ബോട്ടിലിന് മുകളിലേക്ക് പുഷ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ പേര് ബോയൻ്റ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ ബോയൻ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു ലിക്വിഡിനകത്തേക്ക് ഒരു ഒബ്ജക്റ്റിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മുക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ പേരാണ് ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. മറ്റ് ഓപ്ഷനുകളിലുള്ളത് ടെൻഷനാണ്. എന്താണ് ടെൻഷൻ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ പുള്ളിങ് ഫോഴ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് ആക്സിയലി ബൈ എ റോപ്പ്. അല്ലേ, നമ്മളൊരു കയറിലൊരു സാധനത്തിനെ കെട്ടിവലിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്, ടെൻഷൻ എന്ന് പറയുന്നത്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേക ദിശയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു സർഫസിൽ അല്ലെ ഒരു ഏരിയ, ഒരു യൂണിറ്റ് ഏരിയ പി ഈസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്, അത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഒരു യൂണിറ്റ് ഏരിയയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് സെലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ സാഹിത്യ അക്കാദമി 2018. ചന്ദ്രശേഖര കമ്പാരയാണ് ഉത്തരം. എന്നാൽ നമുക്ക് ആവശ്യം ഇപ്പോഴത്തതാണ്. മാധവ കൗശിക്കാണ് ഇപ്പോഴത്തെ 24 സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നത് 1954
അപ്പോൾ ഇപ്പോഴത്തെ സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ കൗശിക്. മനസ്സിലായി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 29ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള തെലങ്കാന ഫോം ചെയ്തപ്പോൾ അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ്? അതിൻ്റെ ഉത്തരം തെലങ്കാന രാഷ്ട്ര സമിതിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2024 ജൂൺ മാസം 2-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യയുടെ 29ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് തെലങ്കാന നിലവിൽ വരുന്നത്. ആ പറയുന്ന തെലങ്കാനയിൽ ജനറൽ ഇലക്ഷനിൽ ജയിച്ചത് തെലങ്കാന രാഷ്ട്ര സമിതിയാണ്. പ്രൈം മിനിസ്റ്റർ ആയത് ചന്ദ്രശേഖര റാവു ആണ്. ബേർഡ് എന്ന് പറയുന്നത് പാൽപിത്ത ആണ്. അനിമൽ എന്ന് പറയുന്നത് ജിങ്ക എന്ന ഡിയർ ആണ്. അടുത്ത ട്രീ എന്ന് പറയുന്നത് ജാമി ചേത്തു. ഭാഷ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തതാണ്. ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? തങ്കേതു. നോക്കി വയ്ക്കും. അടുത്ത് കെമിസ്ട്രി ആണ്. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 42 gram ഓഫ് കോമൺ സോൾട്ട് ആൻഡ് 32 gram ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് ബൈ മാസ് പെർസെൻറ്റ്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട്. നമുക്കറിയാലോ, സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതിൽ ചെറിയ അളവിലുള്ള ആൾ സൊല്യൂട്ടും വലിയ അളവിലുള്ള ആൾ സോൾവെൻറ്റുമാണ്. യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് വാട്ടർ. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് സോൾവെൻ്റ് എന്താണെന്ന് കിട്ടും. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ നമ്മുടെ സൊല്യൂഷൻ്റെ മാസ് എന്നാണ്. സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ ഇവിടെ 42 ഗ്രാമാണ്, കാരണം ഉപ്പ്. സൊല്യൂഷൻ്റെ മാസ് എന്ന് വെച്ചാൽ അത് 320 + 42 അഥവാ 362 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 11.6% ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ സി ആണ് നമ്മുടെ ഉത്തരം, 11.6. ഓക്കെ, നമുക്കിവിടെ ഉത്തരം വന്ന സ്റ്റെപ്പൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. മാസ് ബൈ മാസ്, മാസ് ബൈ വോളിയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റു കുറച്ച് ടേംസ് കൂടെ ഉണ്ട്. വരും ക്ലാസ്സുകളിൽ അത് നമുക്ക് നോക്കാം. ആൽക്കൈൻസിൻ്റെ ജനറൽ ഫോർമുല നോക്കുക. അവസാനത്തെ 3 അക്ഷരം YNE ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഹൈഡ്രോജനും കാർബണും ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോ കാർബണുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും. കാർബണും കാർബണും ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് സാച്ചുറേറ്റഡും, കാർബണും ഇടയിൽ ഡബിൾ ബോണ്ട് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ്, ട്രിപ്പിൾ ബോണ്ട് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ്. സിംഗിൾ ബോണ്ട് മാത്രം വരുന്ന ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ആൽക്കെയിൻ ANE എന്ന് വിളിക്കുന്നത്. അതുപോലെ ഡബിൾ ബോണ്ട് വന്നാൽ ALKENE അഥവാ ആൽക്കീൻ എന്ന് വിളിക്കും. 3 ബോണ്ട് വന്നാൽ ALKYNE ആൽക്കൈൻ എന്ന് വിളിക്കും. ആൽക്കേനുകളുടെ ജനറൽ ഫോർമുല CnH2n+2ഉം ആൽക്കീനിൻ്റെ ജനറൽ ഫോർമുല CnH2n ആൽക്കൈനിൻ്റെ ജനറൽ ഫോർമുല CnH2n-2ആണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, 220 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ ഉണ്ടെന്നാണ്. നമുക്കറിയാം, എണ്ണത്തെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മോൾ എന്ന് പറയുന്നത്. മോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ മാസ് ബൈ എന്താണ്? മോളിക്കുലാർ മാസ്സാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഗിവൺ മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 220 ആണ്. ഓക്കെ, 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോൾ ഉണ്ട് എന്നാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ CO2. അതിൽ കാർബണിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ 12, ഓക്സിജൻ്റെ 16. പക്ഷേ O2 ഉള്ളതുകൊണ്ട് 16 × 2 എന്ന് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും. അപ്പോൾ ഈ 220/44 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 5 മോൾ എന്ന് കിട്ടും. അതായത് 220 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 5 മോളാണ് ഉള്ളത്. സോ ഉത്തരം A ആണ്, 5 മോൾ. വന്ന സ്റ്റെപ്പുകളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. അടുത്ത ചോദ്യം, എ ബോഡി ഈസ് ഫോളിംഗ് ഫ്രം എ ഹൈറ്റ് ഓഫ് 200 മീറ്റർ. അതായത് 200 മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? താഴേക്ക് വീഴുന്നു. അത് 100 മീറ്റർ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ എനർജിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിനിപ്പോൾ 200 മീറ്റർ ഉയരത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഉള്ള എനർജി പൊട്ടൻഷ്യൽ എനർജി മാത്രം. താഴേക്ക് വീഴുമ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം പൊട്ടൻഷ്യൽ എനർജി കുറയുകയും കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യും. അപ്പോൾ ഉത്തരം എന്താണ്? ഡി ആണ്. ഹാഫ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഹാഫ് കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്
കഴിഞ്ഞ ചോദ്യപേപ്പറിൽ നമ്മൾ ഇതിന് സമാനമായൊരു ചോദ്യം ചെയ്തു. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, എന്നാലും മനസ്സിലാക്കുക, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കൂടിയ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടും. അടുത്ത ചോദ്യം, ദ പ്ലാന്റ് ഹോർമോൺ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് സ്റ്റെം. സ്റ്റെമ്മിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെമ്മ് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിൻ. എത്തിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുക്കാൻ സഹായിക്കുന്ന, പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്നത് എത്തിലീൻ. ഗിബ്ബർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ റൂട്ടും യങ് ലീവ്സിലും ഒക്കെ കാണപ്പെടുന്നതാണ് എന്ത്? ഈ പറയുന്ന ഗിബ്ബർലിൻ എന്ന് പറയുന്നത്. സൈറ്റോകൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒന്നാണ്. തേങ്ങ വെള്ളത്തിൽ കാണുന്നതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ അത് സൈറ്റോകൈനാണ്. അപ്പോൾ 4 പ്ലാന്റ് ഹോർമോൺ ഉണ്ട്: ഓക്സിൻ, എത്തിലീൻ, ഗിബ്ബർലിൻ, സൈറ്റോകൈൻ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ഹോർമോണുകൾ നോക്കണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദ എലമെൻറ്റ് ബിലോങ് ടു ഡാഷ് ഗ്രൂപ്പ് ആർ നോൺ as ഡി ബ്ലോക്ക് എലമെൻറ്റ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ് എന്നതിനകത്ത് ആരെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഉത്തരം? ഡി ബ്ലോക്ക് എന്ന് വെച്ചാൽ 3 തൊട്ട് 12 വരെ, അല്ലേ? ഏതാണ്? 3 തൊട്ട് 12 വരെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് എന്ത്? ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ വീണ്ടും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞതാണ്. പീരിയോഡിക് ടേബിൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ കാണുന്നവരെ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റുകളെന്ന് വിളിക്കും. 3 തൊട്ട് 12 വരെ ഉള്ളവർ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് വിളിക്കും. ഈ പറയുന്ന 13 തൊട്ട് 18 വരെയുള്ളത് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് വിളിക്കും. താഴെ കാണുന്ന ലാൻഡിനൈഡിനെയും ആക്ടിനൈഡിനെയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഗ്രൂപ്പുകൾ ചെയ്തു, നമ്മൾ ഈ പറയുന്ന എന്താണ്, ബ്ലോക്കുകൾ ചെയ്ത് വെച്ചിട്ടുള്ളത് പീരിയോഡിക്. ഓക്കെ, ഭാരതീയ ജ്ഞാനപീഠ ഓർഗനൈസേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ജ്ഞാനപീഠം എന്ന് പറയുന്നത് സാഹിത്യവും ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഭാരതീയ ജ്ഞാനപീഠം എന്ന് പറയുന്നത് 1961 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. 11 ലക്ഷം രൂപയും നമ്മുടെ സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമയുമാണ് സമ്മാനം എന്ന് പറയുന്നത്. 65 ആദ്യമായിട്ട് കിട്ടുന്നത് ജി ശങ്കര കുറുപ്പിനാണ്. അടുത്ത് ആദ്യം കിട്ടിയ സ്ത്രീ എന്ന് പറയുന്നത് ആശാ പൂർണ്ണ ദേവിയാണ്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് 2024 കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദ്ഗുരു രാമഭദ്ര ആചാര്യ. ജഗദ്ഗുരു രാമഭദ്ര ആചാര്യ എന്ന ഉറുദു പോയറ്റിനാണ് 2024 ജ്ഞാനപീഠം കിട്ടിയത്. ആർക്കാണ്? ജഗദ്ഗുരു. അപ്പോൾ നമ്മളിപ്പോഴത്തെ BJPക്കാർ ഒരു ഗുരുവിന് കൊടുത്തു എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജഗദ്ഗുരു രാമഭദ്ര ആചാര്യയ്ക്കാണ് ഇത്തവണത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. അടുത്ത അത് നമ്മുടെ ഇതൊരു അന്നത്തെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചോദ്യം പറയുന്നത്, ഐഡൻറ്റിഫൈ എ ക്വയറ്റ് മാരിടൈം സ്ട്രാറ്റജിക് ഡിപ്ലോമസി ഹാസ് എമേർജ്ഡ് ആസ് ദ കീ തീം ഓഫ് ദിസ് ഇയേഴ്സ് യൂണിയൻ ബഡ്ജറ്റ് എന്താണെന്നാണ്. നമ്മളതിൽ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട? ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഐലൻഡ് നേഷനാണ് ഉത്തരം. നമുക്ക് ഇത്തവണത്തെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കാം. ഇത്തവണത്തെ യൂണിയൻ ബഡ്ജറ്റ് 25 അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മലാ സീതാരാമനാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50.65 ലക്ഷം കോടിയാണ്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? കടം എത്രയാണ്? 4.4% ഓഫ് ദ GDP ആണ്. ഏറ്റവും കൂടുതൽ ഏത് മേഖലയ്ക്കാണ് പൈസ വിനിമയം അല്ലെങ്കിൽ പൈസ മാറ്റിവെച്ചതെന്ന് ചോദിച്ചാൽ അത് റെയിൽവേക്കും ഹൈവേക്കും വേണ്ടിയാണ്. യൂണിയൻ ബഡ്ജറ്റ് മറക്കാതെ പഠിച്ചിട്ട് പോകണം. ഉറപ്പാണ് ഇവിടുന്ന് ഒരു ചോദ്യം നമ്മുടെ ഇത്തവണത്തെ എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ദ ഫോളോയിങ്. 1 കിലോ വാട്ട് അവർ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ എന്താ? എനർജിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? അത് പവർ ഇൻറ്റു ടൈമാണ് എനർജിയുടെ ഫോർമുല. പവറിൻ്റെ നോർമൽ യൂണിറ്റ് വാട്ടും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണ്. പക്ഷേ ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ വാട്ടിൻ്റെ വലിയ യൂണിറ്റ് ആയിട്ടുള്ള കിലോ വാട്ടും സെക്കൻഡിൻ്റെ വലിയ യൂണിറ്റ് ആയിട്ടുള്ള അവറും യൂസ് ചെയ്യും. അതായത് 1000 × 3600 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്. അതായത് 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3.6 × 10⁻⁶ ജൂളാണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടുത്തെ ABC കറക്റ്റായിട്ടില്ല അല്ലേ? ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആണ്, അല്ലെങ്കിൽ C. അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ ഇനോഗ്രേറ്റഡ് ദ ഗ്ലോബൽ ക്രിക്കറ്റ് അക്കാഡമി UAE? MS ധോണിയാണ്. കറണ്ട് അഫെയർ ആണ് അന്നത്തെ. പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി എന്താണ് അറിയപ്പെടുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെൻറ്റമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെയാണ്. P = mv. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റും ഒക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. സംഘം പീരീഡ് ഈസ് കൺസിഡേർഡ് as the golden era of Tamil language as many classical Tamil dash were written. സംഘകാലഘട്ടത്തിൽ എഴുതിയത് എന്താണ്? സംഘകാലഘട്ടത്തിൽ എഴുതിയത് പോയംസ് ആണ്, കവിതകളാണ്. സംഘം കവിതകൾ
സംഘം കവിതകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിണകളെന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഹിൽ ഏരിയ, മുല്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരുപ്രദേശം അല്ലെങ്കിൽ പാസ്റ്ററൽ ഏരിയ, മരുതം എന്ന് വെച്ചാൽ കൃഷിയിടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്നത്തെ ആൾക്കാരുടെ ജീവിത ശൈലികളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സഹായിച്ച കവിതകളാണ് സംഘ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത്. ഇപ്പോൾ ചിലപ്പതികാരം നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോവലൻ്റെയും കണ്ണകിയുടെയും കഥ. അതുപോലെ നമ്മുടെ മണിമേഖല പ്രധാനപ്പെട്ട ഒന്നാണ്. മണിമേഖല എന്ന് പറഞ്ഞാൽ അത് തമിഴ് ബുദ്ധിസ്റ്റ് പോയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഹിസ്റ്ററിയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നതാണ്. ജസ്റ്റ് നമ്മൾ റിലേറ്റഡ് ഫാക്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക എന്നത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വിങ്സ് ഇന്ത്യ 2018 നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. മനസ്സിലാക്കുക, വിങ്സ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നടക്കുന്നത് എവിടെയായിരിക്കും? ഹൈദരാബാദിലായിരിക്കും, വർഷത്തിൽ 2 തവണ. ഭൂകമ്പേട്ട് എന്ന് പറയുന്ന എയർപോർട്ട് ഹൈദരാബാദിൽ വെച്ചാണ് നടക്കുന്നത്. സിവിൽ ഏവിയേഷൻ വകുപ്പും എയറോസ്പേസ് ഇൻഡസ്ട്രി ആയിട്ട് വിമാനങ്ങളുടെയൊക്കെ ഷോ നടത്തുന്ന ഒരു സ്ഥലമാണ്. 2024 ജനുവരി 18-നും 21-നുമാണ് എന്ത് ചെയ്തത്, ലാസ്റ്റ് നടന്നത്. എപ്പോഴും സ്ഥിരം വേദി ഹൈദരാബാദിലെ ബേഗുംപേട്ട് എയർപോർട്ടാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ന്യൂ റിവേഴ്സ് റിപ്പോ റേറ്റ് അനൗൺസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അന്നത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. 6.25 ആണ്. അപ്പോൾ എന്താണ് ഈ റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാങ്ക് ഷോർട്ട് ടേം, അതായത് 90 ദിവസത്തിൽ താഴെ റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങുന്ന പൈസയ്ക്ക് കൊടുക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങുന്ന പലിശ, ഷോർട്ട് ടേമിലേക്ക് വാങ്ങുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ നിലവിലെ റിപ്പോ റേറ്റ് 6.5 ആണ്. ഇനി തിരിച്ച് റിസർവ് ബാങ്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ഒരു ഷോർട്ട് ടേമിലേക്ക്, അതായത് 90 ദിവസത്തിൽ താഴെയായിട്ട് വാങ്ങുന്ന പൈസയ്ക്ക് കൊടുക്കേണ്ട പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് 3.35 ആണ്. MSF എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്നാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഓവർനൈറ്റ് ഒരു ബാങ്കിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന, അതായത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എ ബാങ്ക് ക്യാൻ ബോറോ ഓവർനൈറ്റ് ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിൽ കറണ്ട് MSF റേറ്റ് എന്ന് വെച്ചാൽ 6.75 ആണ്. ഇനി ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ടേം പറഞ്ഞല്ലോ 90 ദിവസത്തിൽ താഴെ, എന്നാൽ 90-ന് മുകളിൽ 1 വർഷം വരെയുള്ള ലോങ് ടേം കടം വാങ്ങുന്നതിന് കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്കിന് കൊടുക്കേണ്ട പലിശയാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. നിലവിലെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു നിലവിലെ ബാങ്ക് റേറ്റ് ഇതിനകത്ത് കൊടുക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, നിലവിലെ ബാങ്ക് റേറ്റ് ഇതിനകത്തില്ല. നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക്സിനകത്ത് വരുന്നതാണിത്. ഒന്ന് എന്താണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ളത് മാത്രമെങ്കിലും മിനിമം എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വയ്ക്കണം. കിഡംബി ശ്രീകാന്ത് ഏത് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയാം, ബാഡ്മിൻ്റനുമായിട്ടാണ്. 2015 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്, 2018 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, 2021 വേൾഡ് മെൻസ് സിംഗിൾസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിസ്റ്റ് ആയിരുന്നു കിഡംബി ശ്രീകാന്ത് എന്ന് പറയുന്നത്. അടുത്ത ഷില്ലോങ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ ക്യാപിറ്റലാണ്? മേഘാലയയുടെ ക്യാപിറ്റലാണ് ഷില്ലോങ് എന്ന് പറയുന്ന. സ്റ്റേറ്റുകളും ക്യാപിറ്റലുകളും ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് നോക്കിയിട്ട് വേണം പോകാൻ. തന്നിട്ടുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് സൈസുള്ള അയോൺ ഏതെന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ നോക്കി, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ തൊട്ട് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ദൂരമാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഈ അറ്റോമിക് റേഡിയസ് വെച്ചാണ് നമ്മളിതിൻ്റെ സൈസ് അളക്കുന്നത്. അപ്പോൾ അറ്റോമിക് റേഡിയസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് കുറയും. അറ്റോമിക് റേഡിയസ് വലത്തോട്ട് പോകുന്തോറും കുറയും, അല്ലെങ്കിൽ ഇടത്തോട്ട് പോകുമ്പോൾ കൂടുമെന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫോസ്ഫറസും സൾഫറും ക്ലോറിനും ആർഗണുമാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേറ്റവും ഇടത് കിടക്കുന്ന ഫോസ്ഫറസ് ആണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോഴും അറ്റോമിക് റേഡിയസ് കൂടും. ഓക്കെ, ഫോസ്ഫറസ് 15, ക്ലോറിൻ 17, ആർഗൺ 18, സൾഫർ 16. കണ്ടോ, അതിൽ ഫോസ്ഫറസ് ആണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, മൊമെൻറ്റം. വീണ്ടും മൊമെൻറ്റം തന്നെ. ഓക്കെ, അപ്പം മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താണ്? അത് മാസിൻ്റെ വെലോസിറ്റി. വീണ്ടും ഞാൻ പറയുന്നില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറൻറ്റ് മീഡിയ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്? സ്റ്റീലിലൂടെ സൗണ്ട് സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 596 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിക്കലിലൂടെ സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 6240 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കിലോമീറ്റർ പെർ സെക്കൻഡ്
എന്നുള്ളത് നമ്മൾ നോർമലി സ്പീഡ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തെറ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് എ മാത്രമാണെന്ന് ഇവിടുന്ന് ഊഹിച്ചെടുക്കാം. എങ്കിലും നോക്കി വയ്ക്കുക, അലുമിനിയത്തിലൂടെ സൗണ്ട് സഞ്ചരിക്കുന്നത് 6424 മീറ്റർ പെർ സെക്കൻഡാണ്. സ്റ്റീലിൽ 5944 മീറ്റർ പെർ സെക്കൻഡാണ്. സീ വാട്ടർ അതായത് സോളിഡിലാണ് സൗണ്ട് ഏറ്റവും വേഗത്തിൽ പോകുന്നത്, ഗ്യാസിലാണ് സൗണ്ട് ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്നത്. എയറിൽ ഉള്ള വേഗത 347 ഹീലിയത്തിൽ 968. ഇതൊന്ന് നോക്കി വെച്ചോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ലെഡ് ബൈ റെയിൻ അല്ല, രാംവിലാസ് പാസ്വാൻ ആണ്. രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് ലോക ജനശക്തി പാർട്ടിയാണ്. ലോക ജനശക്തി പാർട്ടി 2000 രൂപപ്പെടുന്നതാണ്. ആരാണ്? രാംവിലാസ് പാസ്വാൻ്റെ ലീഡർഷിപ്പിൽ. അതുപോലെ ഇത് മറ്റേ നമ്മുടെ ബീഹാറിലുള്ളൊരു പാർട്ടിയാണ്. അതുപോലെ രാഷ്ട്രീയ ലോക സമിതി എന്ന് പറയുന്നത് 2013 വരുന്നതാണ്. ഇതും ബീഹാറിൽ അന്നത്തെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മളപ്പോൾ കറണ്ട് അഫെയറിനകത്ത് നമ്മൾ ന്യൂസ് പേപ്പറുകൾ ഉറപ്പായിട്ടും വായിക്കണം. ന്യൂസ് പേപ്പറുകളിൽ സ്ഥിരം വരുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ, പൊളിറ്റിക്കൽ ഇവൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്ത ചോദ്യം, മെറ്റൽ ഓക്സൈഡും ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഇതറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മെറ്റൽ ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? ബേസിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വസ്തു ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ന്യൂട്രലൈസ് ആവുകയും അവിടെ സോൾട്ടും വാട്ടറും ഫോം ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത് 10ാം ക്ലാസ് കെമിസ്ട്രിയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. മെറ്റൽ ഓക്സൈഡുകൾക്ക് ബേസിക് സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ ബേസിക് സ്വഭാവമുള്ളൊരു വസ്തു ആസിഡിക് ഉള്ള ഒരാളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നടക്കുന്നതാണ് ന്യൂട്രലൈസേഷൻ. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് സോൾട്ടും വാട്ടറും. ഓക്കെ, HCl കാൽഷ്യം ഓക്സൈഡും. ഇനി മെറ്റൽ ഓക്സൈഡ് എന്താണെന്ന് അറിയാമല്ലോ. ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് മെറ്റൽ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഹു വോൺ ദ ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെൻറ്റേറിയൻ അവാർഡ് ഓഫ് 2017? ഭർതൃഹരി മഹത്താബാണ് ഉത്തരം. കൂടുതൽ അതിനകത്ത് പറയാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തതിലോട്ട് പോകുന്നു. ഡാഷ് ഹാസ് വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. തന്നിട്ടുള്ളതിനകത്ത് എല്ലാം കാർബണിൻ്റെ ഐസോട്ടോപ്പ്, കാർബണിൻ്റെ എന്താണ് ഐസോട്രോപ്പാണ്. അതിലേറ്റവും ഹാർഡസ്റ്റും ഏറ്റവും ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഒക്കെ ഉള്ളത് ആർക്കാണ്? ഡയമണ്ടിനാണ്. കാർബൺ പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. ഫുള്ളരീനും ഗ്രാഫൈറ്റും ചാർക്കോളും ഒക്കെ അതിനകത്ത് വരും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഡയമണ്ടാണ്. കാരണം ഡയമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള 4 കാർബണും മറ്റ് കാർബണുകളുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. പക്ഷേ എന്താണ്? വെരി ഹാർഡാണ്. അതുപോലെ ഹീറ്റ് കണ്ടക്ട് ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. നമ്മുടെ ഉള്ളതിൽ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് അതിന് ഈ ഹാർഡ്നെസ് കിട്ടുന്നത്. അടുത്ത അന്നത്തെ കറണ്ട് അഫെയർ ആണ്. രംഗരാജ രാഘവൻ എന്ന് പറയുന്ന ഏത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തതെന്നാണ്. സോ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്ന ആരാണ്? HCLൻ്റെ ആണ്. അന്നത്തെ കറണ്ട് അഫെയർ ആണ്. ഇന്നത്തെ നോക്കി വെച്ചോ. വിപ്രോയുടെ CEO എന്ന് പറയുന്നത് ശ്രീനിവാസ പാലിയയാണ്. അതുപോലെ നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ എന്ന് പറയുന്നത് കീർത്തിവാസനാണ്. അതുപോലെ നമ്മുടെ ഇൻഫോസിസിൻ്റെ MD എന്ന് പറയുന്നത് സലീൽ പരേഖാണ്. ഇപ്പോഴത്തെ കേസാണ് ഈ പറയുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച നാഷണൽ കോൺഗ്രസ് ബേസിക്കാണ്. ഇതൊക്കെ ഒരു എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ലാഹോർ സെഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. 1929 ഡിസംബർ 19 ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സെഷനിലാണ് പൂർണ്ണ സ്വരാജ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് 26 ജനുവരി 1930 നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ജനുവരി 26 1930 പൂർണ്ണ സ്വരാജ് ദിവസമായിട്ടുണ്ട്. അപ്പോൾ റിപ്പബ്ലിക് ഡേ 26 ജനുവരി വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആരായിരുന്നു കോൺഗ്രസ് സെഷൻ ചെയർമാൻ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലക്നൗ സെഷനിൽ ആരായിരുന്നു? അംബികാചരൺ മജുംദാർ ആയിരുന്നു ലക്നൗ സെഷനിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ത്രിപുരി സെഷനിൽ സുഭാഷ് ചന്ദ്രബോസ്. രാംഗറിൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇതിപ്പോൾ നമുക്ക് INCയും സെഷൻസ് ഓരോന്നായിട്ട് നോക്കാം. തൽക്കാലം ഇതൊന്ന് നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, ഹൂ ബിക്കം ദ ഫസ്റ്റ് വിഷ്വലി ഇംപെയർഡ് ഇന്ത്യൻ റണ്ണർ ടു കോമ്പീറ്റ് ഇൻ ദ ഹിസ്റ്റോറിക് ബോസ്റ്റൺ മാരത്തോൺ? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സാഗർ ബഹേദിയാണ്. അദ്ദേഹം ബാംഗ്ലൂരുള്ള ഒരാളാണ്. 27 അന്നത്തെ കറണ്ട് അഫെയർ ആണ്. ജസ്റ്റ് വെച്ചാൽ മതി. അടുത്ത നമുക്ക് ചോദിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ഏതാണ്? അത് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി റഷ്യയിൽ നിന്ന് കടമെടുത്തു. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 1976 പ്രകാരം അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വേണമെന്നുള്ള കാര്യം പറയുന്നത്. USSR എന്നാണ് എടുത്തിട്ടുള്ളത്.
അമെൻമെൻറ്റ് പ്രൊസീജിയർ നമ്മൾ എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എടുത്തിട്ടുള്ളത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ പാർട്ട് 4A ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഓർ നോട്ട് കറക്റ്റ് ഫോർ റൈസോയിഡ്. റൈസോയിഡിൽ കറക്റ്റ് അല്ലാത്ത ഫാക്ടർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മൾട്ടി സെല്ലുലാർ ആണ്, കമ്പോസ്ഡ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്നുള്ളതാണ് തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ റൈസോയിഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണപ്പെടും. ബ്രയോഫൈറ്റ്സിനകത്തുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ മോസസ്, ലിവർ റോട്ട്, അതുപോലെ ഹോൺ ബയോളജി പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റൈസോയിഡ് എന്ന് പറയുന്നത്. നല്ല ടഫ് ചോദ്യമാണ് ഇതൊക്കെ, മിക്കവരും ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട് നമുക്ക് നോക്കാം. അടുത്തത് പ്ലാന്റ് പാർട്ട് ടെൻസ് ടു മൂവ് ടുവേർഡ്സ് ലൈറ്റ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അറിയാലോ, നമ്മൾ ഈ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സൂര്യനുള്ള സ്ഥലത്ത് നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ ചെടി അങ്ങോട്ട് വളരും. അതെന്താണ്? അത് പോസിറ്റീവ് ഫോട്ടോട്രോഫിസോ എന്ന് പറയും. സ്റ്റെമ്മാണ് പോസിറ്റീവ് കാണിക്കുന്നത്. ഇനി റൂട്ട് ആണെങ്കിൽ ലൈറ്റ് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റിലോട്ട് പോകും. അതാണ് നെഗറ്റീവ് ഫോട്ടോട്രോഫിസം നമ്മൾ പറയുന്നത്. അങ്ങനെ 2 തരമാണ് ഉള്ളത് ഫോട്ടോട്രോഫിസം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ലൈറ്റിൻ്റെ ഡയറക്ഷൻ വളരുന്നതാണ് ഫോട്ടോട്രോഫിസം എന്ന് പറയുന്നത്. ഫോട്ടോട്രോഫിസം പോസിറ്റീവ് കാണിക്കുന്നത് സ്റ്റെമ്മും, നെഗറ്റീവ് കാണിക്കുന്ന റൂട്ടുമാണ്. ബേസിക് ഫാക്റ്റുകൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ പേപ്പറിൽ GS GA ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടോപ്പിക്ക് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കൂടുതൽ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഉറപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്തായിട്ട് കാണാം.